ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ലൈഫിൽ നമ്മൾ പല ഇൻസ്റ്റൻസസ് കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻസ്റ്റൻസ്. ഈ ജോലി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വർക്ക് അല്ലേ. വർക്ക് എന്നാണ് നമ്മൾ തന്നെ പറയാം. ഇപ്പം ഞാനിപ്പോൾ താഴെ കിടന്ന് വെച്ച് ഒരു ബാഗ് എടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒരു കൂലി തലയിൽ ചുമട്ട് വെച്ച് പോകുന്നതും ഇതെല്ലാം നമ്മളുടെ ഭാഷയിൽ വർക്കാണ്. പക്ഷേ ഇത് ഫിസിക്സിൻ്റെ ഭാഷയിൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സയൻസിൻ്റെ ടേംസിൽ പറയുമ്പോൾ ഇതൊന്നും ഒരു പക്ഷേ വർക്ക് ആവണം എന്നില്ല. ചില കേസിൽ ഇവൻതോ നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യണം നിർബന്ധമില്ല, വർക്ക് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. സോ വർക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണ് ഫിസിക്സിൽ നമ്മൾ പറയുന്നത്, ടേംസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്താണ്, എനർജി എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഇൻ ടു അവർ ക്ലാസ്. വർക്ക്, എനർജി ആൻഡ് പവർ. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള രണ്ട് കേസുകളാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറേ അധികം സാധനങ്ങൾ വാരിപ്പിറക്കി ഒരു കാട്ടിലിട്ടിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, തള്ളിക്കൊണ്ടിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോഴും നമ്മളൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്നതാണ് ഫോഴ്സ് എന്നുള്ളത് അല്ലേ. സോ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സിനനുസരിച്ച് വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. അതേപോലെ തന്നെ ക്രിക്കറ്റ് മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ഫോഴ്സിൽ അടിച്ചാലാണ് ചിലപ്പോൾ ഒരു ബൗണ്ടറി പോവുക, അല്ല പയ്യെ അടിച്ചു കഴിഞ്ഞാൽ ബോൾ തൊട്ടപ്പുറം വരെ പോവുള്ളൂ അല്ലേ. സോ ഈ ഓരോ കേസസിലും എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും ഈ ഫോഴ്സ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഈ രണ്ട് കേസുകളിൽ എന്താ, ഇവിടെ നമ്മൾ ഈ സാധനം പുഷ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. പക്ഷേ ഈ കേസ് വരുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ, അതായത് നമ്മൾ ബാറ്റ് ഉപയോഗിച്ച് തട്ടി ബോൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. സോ ഈ കേസിലും ഈ രണ്ട് കേസിലും എന്തുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസ് ഒന്ന് നോക്കേ, ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ. തൊട്ട് മുന്നിൽ ഒരു മതിലുണ്ട്, ഈ മതിലിൽ 3 ആൾക്കാർ ചേർന്ന് വളരെയധികം ബലം പ്രയോഗിച്ച് തള്ളുകയാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടോ? അതായത് ഈ മതിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല. സോ നമ്മുടെ ഫിസിക്സിൽ ഇങ്ങനെയുള്ള കേസസിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയാം. അതായത് നമ്മൾ വർക്ക് എക്സേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ വർക്ക്? Work is said to be done only when a body undergoes displacement in the direction of the applied force. So, അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്, വർക്ക് നടക്കുന്നത് അല്ലേ. സോ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിർബന്ധമായിട്ടും അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, നിർബന്ധമായിട്ടും അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. സോ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഒന്നും ആലോചിക്കാനില്ല, എന്തില്ല, അവിടെ വർക്ക് ഡൺ 0. അതുപോലെ തന്നെ നമ്മൾ ഇവൻതോ ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല, ആ കേസ് നമുക്കൊരു ചെറിയ ഡൗട്ട് വരാം. വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൾ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷെ റിസൾട്ട് മാത്രമാണ് അവിടെ ഇല്ലാത്തത്. പക്ഷേ അങ്ങനെ റിസൾട്ട് ഇല്ലാത്ത കേസുകൾ നമ്മൾ എന്തെന്നാ പറയുക ഫിസിക്സിൽ? വി വിൽ സേ ദാറ്റ് ദർ ഇസ് നോ വർക്ക് ഡൺ. ഓക്കെ. സോ ഈ കേസിൽ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. സോ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയപ്പെടണം എന്നുണ്ടെങ്കിൽ വി റിക്വയർ എ ഡിസ്പ്ലേസ്മെന്റ്. സോ രണ്ട് ഫാക്ടേഴ്സ് ആണ് വർക്കിനെ ഡിറ്റർമൈൻ ചെയ്യുക. ഒന്ന് ഫോഴ്സ്, രണ്ട് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്നുള്ളത് നമുക്ക് സിംപ്ലി എന്തെന്ന് പറയാം? വർക്ക് ഡൺ ഇസ് ഡെഫിനറ്റ്ലി W is equivalent to വർക്ക് ഡൺ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് W എന്ന് എടുത്തു. ഫോഴ്സ് എന്നുള്ളത് F ആണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് S ആണെങ്കിൽ then F into S, that is force into displacement will give you the work done. ഓക്കെ. ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? വി നോ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും വർക്കിന്റെ യൂണിറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജൂൾ. ഓക്കെ. സോ ജൂൾ ആയാലും ന്യൂട്ടൺ മീറ്റർ ആയാലും എന്തിന്റെ യൂണിറ്റ് ആണ്? അത് വർക്കിന്റെ യൂണിറ്റ് ആണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഈ കേസ് ഇതൊരു ടേബിളിൽ ഒരു പുസ്തകം വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ചേക്കുന്ന കേസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഈ കേസിൽ നമുക്ക് നോക്കാം, ഈ കേസിൽ ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന താഴത്തേക്ക് അല്ലേ, അത് എന്തുകൊണ്ടുള്ള ഫോഴ്സ് ആണ്? ഈ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അതേസമയം മുകളിലേക്കുള്ളത് എന്തെന്നാ, മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, റൈറ്റ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമുക്ക് പറയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
വർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ അനുസരിച്ച് ഇറ്റ് ഇസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. നമുക്ക് സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും വി കെയിം ടു നോ ദാറ്റ് F is equivalent to ma, അതായത് മാസ് ഇൻ ടു ആക്സിലറേഷനെയാണ് ഫോഴ്സ് എന്ന് പറയാം അല്ലേ. സോ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ ബ്ലോക്കിനെ, ഈ കട്ടയെ നമ്മളെടുത്ത് ഉയർത്താൻ ശ്രമിക്കുകയാണ് അല്ലേ. ഉയർത്തുന്ന എന്തിന് എഗെയിൻസ്റ്റ് ആയിക്കാണ്, താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ടാണ് നമ്മൾ ഇതിനെ ഉയർത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഈ എ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു ജി. സോ വി ക്യാൻ സേ ദാറ്റ് ദ വർക്ക് ഡൺ ഇസ് ഈക്വലന്റ് ടു mgh. ഓക്കെ, സോറി m ഇൻറ്റു ജി ഇൻറ്റു എച്ച് അങ്ങനെ നമുക്ക് പറയാം. കാര്യം എഫ് എന്ന് പറയുന്നത്, എച്ച് എന്ന് വെച്ചാൽ എന്താ, എത്ര ഉയരത്തിലേക്കാണ് ഇത് ഉയർത്തുന്നത് എന്നുള്ളതാണ് എച്ച് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി m ഇൻറ്റു ജി ഇൻറ്റു എച്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി എന്താ പറയണേ, വെൻ എ ബോഡി ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് h, the work done against a gravitational force would be W is equivalent to mgh. m എന്ന് വെച്ചാൽ എന്താണ്, മാസ്. g എന്ന് വെച്ചാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. h എത്ര ഉയരത്തിലേക്കാണോ നമ്മൾ ഈ ബോഡീനെ ഉയർത്തിയത് അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 ക്വാണ്ടിറ്റീസും നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞു 1 ജൂൾ ഓഫ് വർക്ക് എന്താന്നുള്ളത്, അല്ലെങ്കിൽ ജൂളാണ് വർക്കിന്റെ യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. എത്രയായിരിക്കും ഈ 1 ജൂൾ ഓഫ് വർക്ക് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുത്ത ഫോർമുല നമുക്ക് എടുക്കാം അല്ലേ. നമ്മളിപ്പോൾ എന്ത് ഫോർമുല എടുത്തത്, എഫ് ഇസ് ഈക്വലന്റ് ടു mgh എന്നുള്ള ഫോർമുലയാണ് നമ്മൾ എടുത്തത്. സപ്പോസ് നമ്മളുടെ കയ്യിലുള്ളത് വെറും 100 ഗ്രാം മാസാന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് ദ മാസ് ബി 100 ഗ്രാം. നമ്മൾ എടുക്കുന്ന 100 ഗ്രാം. ഈ പറഞ്ഞ 100 ഗ്രാമിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. ബിക്കോസ് എല്ലാത്തിനെയും അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ 100 ഗ്രാമിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.1 കിലോഗ്രാം എന്ന്. ഫോർ ദ സിംപ്ലിസിറ്റി നമുക്ക് എന്താ, സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജിയുടെ വാല്യൂ നമുക്ക് 10 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനൊരു 1 മീറ്റർ നമ്മൾ ഉയർത്തി എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും, ഇറ്റ് ഈസ് 0.1 ഇൻറ്റു 10 ഇൻറ്റു 1 വിച്ച് വിൽ ഗിവ് യു 1. ദാറ്റ് മീൻസ് വിച്ച് ഇസ് 1 ജൂൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 1 ജൂൾ എന്തായിരിക്കും, 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഹൈറ്റിൽ ഉയർത്താൻ വേണ്ടി നമ്മൾ എത്ര വർക്ക് ഡൺ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, we call it as 1 joule. Look at the word. 1 joule is the amount of work done to raise a body of mass 100 gram through a height of 1 meter. ഇത്രയും ക്ലിയർ ആയാലോ. സോ നമ്മൾ വർക്കിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിനെ എഫക്റ്റ് ചെയ്യണമെന്ന് പഠിച്ചു, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല പഠിച്ചു. ഇപ്പം നമ്മൾ എന്താ പഠിച്ചേ, 1 ജൂളിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി അടുത്തൊരു കേസ് നോക്കാം. ഇത് കുറച്ചും കൂടി നമ്മൾ നേരത്തെ എടുത്തപ്പോഴത്തേക്കും 2 ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. ഒന്ന് വെയിറ്റ് കാരണം താഴത്തേക്ക് ആക്ട് ചെയ്യുന്നതും, പിന്നെ നമ്മൾ തേർഡ് ലോ അനുസരിച്ച് ഒരു ഒന്നുണ്ടെങ്കിൽ അതിനൊരു ഒപ്പോസിഷൻ ഫോഴ്സും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ബ്ലോക്ക് തിരിച്ച് മേലോട്ടാക്കുന്ന റിയാക്റ്റീവ് ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി നമ്മൾ കുറച്ചും കൂടി മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് വേർഷൻ. ഇതാണ് ഒരു ബ്ലോക്ക്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക, വലിച്ചുകൊണ്ടിരിക്കുക. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇത്. ഓക്കെ, ഈ കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്. നൗ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും തോറും ഈ പോസിങ് ആയിട്ട്, അതിന് ഒപ്പോസിങ് ആയിട്ട് ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഏതായിരിക്കും ആ ഫോഴ്സ്? ആ ഫോഴ്സാണ് എന്ത് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. സോ എന്താണോ നമ്മൾ അപ്ലൈ, അത് നമ്മൾ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. ഈ 2 കേസും ശ്രദ്ധിച്ചോയെ. ഈ കേസിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഈ ബോഡി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഇങ്ങോട്ട് തന്നെ ആയിരിക്കും അല്ലേ. സോ ഒബ്ജക്റ്റ് എങ്ങോട്ട് തന്നെ മൂവ് ചെയ്തു, അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്തു. സോ ഈ കേസിൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് സംഭവിച്ചത്, ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിച്ചത്. സോ ഈ കേസിൽ വർക്ക് എന്തായിരിക്കും, വി കോൾ ദിസ് ആസ് എ പോസിറ്റീവ് വർക്ക്. ഓക്കെ, അടുത്ത കേസ്, അതായത് ഈ കുട്ടി അപ്ലൈ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയാം. സെക്കൻഡ് കേസ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിന് ഓപ്പോസിറ്റ് ആണ്, മോഷന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് എന്ത് മൂവ് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉള്ളത്. പക്ഷെ ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബോഡി മൂവ് ചെയ്യുന്നത്. സോ വി കോൾ അറ്റ് ദിസ് കേസ് ഇത് എന്ത് വർക്കാണ്, വി കോൾ ഇറ്റ് ആസ് എ നെഗറ്റീവ് വർക്ക്. ഇത് നെഗറ്റീവ് വർക്കാണ്. കാര്യം
എങ്ങനെയാണോ ഫോഴ്സ് ഉള്ളത് ആ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായി? നെഗറ്റീവ് വർക്ക് ആയി. സോ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് നെഗറ്റീവ്. ഓക്കെ, രണ്ട് കേസും കൂടി ശ്രദ്ധിച്ചു നോക്കാം. ഒന്ന്, താഴത്തേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു, വിച്ച് വാസ് ദ ഗ്രാവിറ്റി മീൻസ് ഫോഴ്സ് ഡ്യൂ ടു അതും ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, അതും താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് താഴത്തേക്കാണ്. ഇതിന് ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ഫോഴ്സ് ഉണ്ടാകും? ഒരു നോർമൽ ഫോഴ്സും ഉണ്ടാകും. ഓക്കെ, ഈ ഒബ്ജക്റ്റ് താഴത്തേക്ക് പോകുന്നുണ്ടോ? താഴത്തേക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ. സോ ഇവിടെ എന്തായി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. കാര്യം എന്താ? അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ നോർമൽ ഫോഴ്സ് എടുത്താലും നോർമൽ ഫോഴ്സും അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കറക്റ്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ഇൻ ദാറ്റ് കേസ് ഓൾസോ. സോ ഇവിടെയും വർക്ക് ഡൺ എന്തായി? 0. സോ നമുക്ക് 3 കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തേ. ഒന്ന്, പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് ഡൺ. 2, നെഗറ്റീവ് ആയിട്ടുള്ള വർക്ക് ഡൺ. 3, 0 വർക്ക് ഡൺ. ഓക്കെ, സോ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് തരും. അതിനകത്ത് ഏതൊക്കെയാണ് പോസിറ്റീവ് വർക്ക്, ഏതൊക്കെയാണ് നെഗറ്റീവ് വർക്ക്, എവിടെയൊക്കെയാണ് 0 വർക്ക് ഡൺ എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദ്യം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക 0 വർക്ക് ഡണ്ണിൻ്റെ എക്സാമ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു വർക്ക് ഡൺ ആസ് പോസിറ്റീവ് വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഫോഴ്സിന്റെ അതേ ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ് ആണ്. അല്ല, വർക്ക് ഡൺ ഇസ് നെഗറ്റീവ് വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ work done as negative when the displacement is in opposite direction of the force. അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഇനി 0 വന്നിട്ടുള്ള കേസ് ഏതൊക്കെയായിരുന്നു? 0 വന്നേക്കുന്നത് എപ്പോഴൊക്കെയായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തപ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഭയങ്കര ശക്തിയോടെ ഒരു മതിൽ പുഷ് ചെയ്യാണ്. ആ കേസിൽ എന്താ? 0 വർക്ക് ഡൺ ആണ്. ബിക്കോസ് എന്ത് മൂവ് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്ത് നിന്ന് ഈ മതിൽ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. ആ കേസിൽ എന്താണ്? വർക്ക് ഡൺ 0 ആണ്. ഓക്കെ, സോ അതും ശ്രദ്ധിക്കുക. 0 വർക്ക് ഡണ്ണിൻ്റെ കേസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് എനർജി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു എനർജി ലെവൽ വേണം അല്ലേ. നമ്മൾ പൊതുവെ എനർജീനെ അസോസിയേറ്റ് ചെയ്യണം, അങ്ങനെയാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണോ, നമുക്ക് എന്ത് വേണം? ആവത് വേണം, നമുക്കൊരു എനർജി വേണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനേ പറ്റില്ല. ഫുഡ് കഴിച്ചാലാണ് എനർജി ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും വേറൊരു വേർഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു സാധാരണഗതിയിൽ നമ്മൾ വർക്ക് എന്ന് പറയുന്നതല്ല ഫിസിക്സിൽ വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. കറക്റ്റായിട്ട് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് അവിടെ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിന് വർക്ക് ആവുന്നത്. സോ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുക. സോ എനർജി ഈസ് ആക്ച്വലി ദ എബിലിറ്റി ടു ഡു വർക്ക്. നമുക്കിപ്പോൾ സൈക്കിൾ ഓടണം. സോ അവിടെ നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ വി ആർ യൂസിങ് ഔട്ട് അവർ എനർജി, റൈറ്റ്? സോ ഈ കേസിൽ നമ്മൾ പറയണത് എനർജി ഈസ് ദ കേപ്പബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയാം. ഈ 3 കേസ് നോക്കിയേ. ഇനി നിങ്ങൾക്ക് എനർജി എന്ന് പറയുമ്പോൾ ഇതല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓർക്കേണ്ട കുറേ കാര്യങ്ങളാണ്. പല ടൈപ്പ് ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, അങ്ങനെ കുറേ, മാഗ്നറ്റിക് എനർജി, അങ്ങനെ കുറേ ടൈപ്പ്, ന്യൂക്ലിയർ എനർജി, അങ്ങനെ കുറേ ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ അധികം നമുക്ക് പറയാം കുറേ അധികം അപ്ലയൻസസ് ആണ് അല്ലേ. ആദ്യത്തേത് ഒരു ഇൻഡക്ഷൻ കുക്കർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഇലക്ട്രിക് ബൾബാണ്. ഇലക്ട്രിക് ബൾബിൽ എന്താ സംഭവിക്കുക? ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. ഈ കേസിൽ വരുമ്പോഴോ ഇത് മാഗ്നറ്റിക് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ പല ടൈപ്പ് ഓഫ് എനർജി നമുക്കറിയാം. നമ്മൾ ഇന്ന് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രിക് ഫാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ പുറത്തേക്ക് വരുന്ന എന്ത് എനർജി ആയിട്ടാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ്. അതേപോലെ മിക്സി എടുത്തു കഴിഞ്ഞാൽ മിക്സി ഓൺ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, അത് മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് ഔട്ട് വരുന്നത്. ഇനി നേരെ തിരിച്ച് പ്രവർത്തിക്കുന്ന ഒന്ന് ജനറേറ്റർ, മെക്കാനിക്കൽ എനർജിയാണ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ മെക്കാനിക്കൽ എനർജീനെ നമുക്ക് ആക്ച്വലി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് കൈനറ്റിക് എനർജി, 2 പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോയ് കാറിനും ഒക്കെ ഉള്ളത് എന്താ? കൈനറ്റിക് എനർജി. കൈനറ്റിക് മീൻസ് വിച്ച് ഇസ് സംതിങ് മൂവിങ്. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനും ഉള്ളതും കൈനറ്റിക് എനർജിയാണ്. സോ നമ്മളിപ്പോൾ ഒരു ടോയ് കാർ എടുത്തു, അതിനെ വൈൻഡ് ചെയ്ത് നമ്മളതിനെ വിട്ട് കഴിഞ്ഞാൽ അതൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിനുള്ളത് കൈനറ്റിക് എനർജിയാണ്. ഒരു കാറ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളത് കൈനറ്റിക് എനർജിയാണ്. നമ്മൾ നടക്കുമ്പോൾ ഓടുമ്പോൾ എല്ലാം ഉള്ളതും എന്തെന്നാണ്? കൈനറ്റിക് എനർജി. ഈവൻ ഒരു പക്ഷി ആകാശത്ത് കൂടെ പറക്കുമ്പോൾ ഉള്ളതും എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ്. സോ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഇസ് പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ അല്ലേ.
അതിൻ്റെ മോഷൻ കാരണം അത് പൊസസ് ചെയ്യുന്ന എനർജീനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി എന്നുള്ളത്. ഓക്കെ, സപ്പോസ് ഇനി അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുല വേണമല്ലോ, നമുക്ക് എല്ലാത്തിനും ഫിസിക്സിന് എന്ത് വേണം, ഫോർമുല വേണം. സോ ലെറ്റ്സ് ട്രൈ ടു ഫോർമുലേറ്റ്. ഇപ്പോൾ ഇത് ഇവിടെ ഒരു ടോയ് കാർ ഉണ്ട്, ഇവിടെ ഒരു സ്ലോപ്പ് ആയിരിക്കുന്നത്, ഇവിടെ ഒരു നമ്മളൊരു പൗഡർ ടിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടിന്ന് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മളിതിനെ ഉരുട്ടി വിടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വന്ന് ഈ കാറിലിടിക്കും, കാർ കുറച്ച് ദൂരം ഡിസ്പ്ലേസ് ആവും, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ആവും എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് തുടക്കത്തിലുള്ളത് ഇതിനെന്താ വെലോസിറ്റി ഒന്നും ഇല്ല, അത് ഇത് അനങ്ങാതെ നിൽക്കാതെ. അപ്പോൾ ഇതിൻ്റെത് യു ആയിട്ടാണ് നമ്മൾ എടുക്കാത്തത്, വെലോസിറ്റി എന്താണ്, 0 ആണ്. ഓക്കെ, ഈ രണ്ട് കേസ് കൺസിഡർ ചെയ്തല്ലോ. അപ്പോൾ സം സോർട്ട് ഓഫ് ഫോഴ്സസ് അപ്ലൈഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോഴ്സ് എന്താണ്, നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സെക്കൻഡ് ലോയിൽ എം എ എന്നുള്ളതാണ് ഫോഴ്സ്. ഇനി എസ് എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്നാ, നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. നമുക്കിനി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. മാസിന് നമ്മൾ അനക്കൂല, പക്ഷെ നമ്മൾ എന്തിനെ അനക്കാൻ പോകുന്നത്, ഈ എ എസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്തുപയോഗിച്ചിട്ട്, സെക്കൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതായത് വി വിൽ ടേക്ക് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇവിടെ എഴുതാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, എ എസിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എന്തെടുത്തത്, എ എസ് എടുത്തത്, എ എസ് ഉള്ള ഇക്വേഷൻ എടുത്തത്. ഓക്കെ, സോ ഇതിനകത്ത് തുടക്കത്തിലേ പറഞ്ഞു ഈ പൗഡർ ടിൻ ഇനീഷ്യലി എന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു അല്ലെ, അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ, 0. ഓക്കെ, സോ ബാക്കിയെല്ലാം അതേപോലെ നമുക്ക് എടുക്കാം. 2 അങ്ങനെ തന്നെ എടുത്തു, എ അങ്ങനെ തന്നെ എടുത്തു, എസ് ഇറക്കി എഴുതി. ഓക്കെ, വി സ്ക്വയർ ആണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി, ബിക്കോസ് ഇവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്, ആക്സിലറേറ്റ് ചെയ്ത് എ ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. സോ അങ്ങനെയായപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, വി വോണ്ട് ഓൺലി എ എസ് അല്ലേ. സോ വി വിൽ ഗെറ്റ് വി സ്ക്വയർ ഇസ് ഈക്വലൻ ടു 2as എന്ന് കിട്ടി. അപ്പം എ എസ് എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി വി സ്ക്വയർ ബൈ 2. ഓക്കെ, വി സ്ക്വയർ ബൈ 2 ആണ് എന്ത് സാധനം, എ എസ് എന്ന് പറയുന്നത്. ഇത് നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, അപ്പം എന്ത് കിട്ടി, എം ഇൻറ്റു വി സ്ക്വയർ ബൈ 2 അല്ലേ. ഇതിന് നമുക്ക് എന്തെന്നും എഴുതാം, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 എം വി സ്ക്വയർ. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, വേർ എം ഇസ് ദ മാസ് ആൻഡ് വി ഇസ് ദ വെലോസിറ്റി. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ½ mv². നമ്മൾ ഈ ഒരു സിനാരിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്താണ് നമ്മൾ എടുത്തത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഈ കേസിൽ നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു ഈ പൗഡർ ടിൻ റെസ്റ്റിലാണ് അല്ലേ. സോ നമ്മൾ എന്താ യു ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കേസ് എടുത്തു. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യാം. നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് ദ ബോഡി ഹാസ് സം സോർട്ട് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള ബോഡിയാണ്. ആ ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ യു ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും, സെയിം സിനിയോറിയോ തന്നെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സെയിം ഫോർമുല വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, അത് അതേപോലെ തന്നെ വന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസും സെയിം തന്നെ, വിച്ച് ഇസ് MAS. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്ത സെക്കൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം വരിക, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. ഇതിനകത്ത് യു സ്ക്വയർ നമ്മൾ എന്താക്കി എടുക്കുന്നില്ല, 0 ആക്കി എടുക്കുന്നില്ല, ബിക്കോസ് ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, 2asന് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. സോ നമുക്ക് 2asനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, asനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ. സോ നമ്മൾ ഇതിനെ എന്താ പറയുക, നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വലൻ ടു 2as. അതിൽ നിന്ന് as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. ഓക്കെ, സോ ഇതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. സോ എന്ത് കിട്ടി, എം ഇൻറ്റു നമുക്ക് എടുക്കാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. ഓക്കെ, ഈ 2വിനെ നമുക്ക് കോമൺലി ഇപ്പുറത്തേക്കും കൊണ്ടുവരാമല്ലോ. ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയറിനെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എം വി സ്ക്വയർ മൈനസ് എം യു സ്ക്വയർ ബൈ 2. Okay, which means that it is 1/2 mv square minus 1/2 mu square, which is equivalent to the work done. ഇതെന്ത് സാധനമാണ്, ½ mv². നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ സാധനം എന്തെന്നാ, കൈനറ്റിക് എനർജി അല്ലേ. സോ ഇത് ഫൈനലായിട്ട് അതിന് അറ്റൈൻ ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജി, ഇത് തുടക്കത്തിലുള്ള എനർജി. സോ ഈ രണ്ട് എനർജിയുടെ ഡിഫറൻസ് വിച്ച് ഇസ് കോൾഡ് ആസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി
ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ത് സാധനം, വർക്ക് ഡൺ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. മനസ്സിലായോ? സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ചിനെയാണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ആക്ച്വലി നോൺ ആസ് ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ. സോ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു, അതിൽ നമ്മൾ വർക്ക് എനർജി തിയറം പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒരാളെയും കൂടി പഠിക്കണ്ടേ? നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ എനർജി രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തേ അല്ലേ. ഒരെണ്ണം കൈനറ്റിക് എനർജി, മറ്റാൾ ആരായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി മോഷൻ കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പൊസിഷൻ. ഇപ്പോൾ വെള്ളം വളരെ ഹൈറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉയരത്തിലുള്ള വെള്ളം വിച്ച് ഇസ് സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ്, വാട്ടർ സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ്, ആ കേസിലൊക്കെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. അതേപോലെ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, അതിൻ്റെ പൊസിഷൻ കാരണം അതിനുള്ള എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. എക്സാമ്പിൾസ് ആയി കാണിച്ചിട്ടുള്ളത് ഇതിപ്പോൾ വാട്ടർ സ്റ്റോർഡിൻ്റെ ടാങ്ക് ആണ്, ഉയരത്തിൽ വെച്ചിട്ടുള്ള ഒരു ടാങ്ക്, അതിനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ബുക്ക് സ്റ്റാക്ക് ചെയ്ത് ഉയരത്തിൽ വെച്ചു, അത് മറ്റേ ഹൈറ്റ് ആണ് ഇരിക്കുന്നത്, അതിനുള്ളത് എന്താ? പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ ഇത് മാത്രമാണോ പൊട്ടൻഷ്യൽ എനർജി? അല്ല അല്ലേ. ചില സാധനങ്ങൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിനൊരു മാറ്റം വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് എടുത്തു, അതിന് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. അപ്പം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ? ആ ഫോഴ്സ് കാരണം അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഷേപ്പിനൊരു മാറ്റം വന്നു. സോ ഈ ഷേപ്പിന് മാറ്റം വരാൻ മീൻസ് നമ്മൾ ചെയ്ത വർക്ക് ഡൺ അവിടെ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക? എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. സോ ദിസ് ഈസ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. ഇത് തന്നെയാണ് സെക്കൻഡ് കേസിൽ നമ്മൾ അമ്പും വില്ലും എടുത്തിട്ട് എറിയാൻ നേരത്തെ നമ്മളിത് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് പിടിക്കില്ലേ. സോ ബാക്കിലേക്ക് വലിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഈ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. സോ ഡ്യൂ ടു ദ സ്ട്രെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ്? അവിടെയും ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് അമ്പ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ കേസിലും അറ്റ് എ ഹൈറ്റിലും എല്ലാം ഉള്ളത് എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണോ? അല്ല, അത് ഷേപ്പ് മാറുമ്പോൾ, അതായത് വെർച്യൂ ഓഫ് ദ സ്ട്രെയിൻ മീൻസ് സ്ട്രെയിൻ കൊണ്ടും എന്തുണ്ടാവാം? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം. ക്ലിയർ? ഇനി നമ്മൾ എന്തായാലും കൈനറ്റിക് എനർജിക്ക് ഒരു വലിയ ഡെറിവേഷൻ ഒക്കെ പഠിച്ച് അതിൻ്റെ ഇക്വേഷൻ ഒക്കെ എഴുതിയല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മാസ് എം ഉള്ളതാണെന്ന് വിചാരിക്കുക. നമ്മളതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് നമ്മൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണോ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. സോ വർക്ക് ഡണിൻ്റെ അതേ ഇക്വേഷൻ വി വിൽ ടേക്ക് എം ജി എച്ച്, വെർ എം ഇസ് ദ മാസ്, ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് എച്ച് ഇസ് ദ ഹൈറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കേസ് നോക്കാം, ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു വീടിൻ്റെ സൺഷെയ്ഡാണ്. അവിടെ കുറേ അധികം എന്ത് വെച്ചിട്ടുണ്ട്? ഫ്ലവർ പോട്ട്സ് വെച്ചേക്കാണ്. പെട്ടെന്ന് അതിൽ നിന്നൊരു ഫ്ലവർ പോട്ട് താഴത്തേക്ക് വീഴാണ്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ ഈ ഫ്ലവർ പോട്ടിൻ്റെ മാസ് ഒരു 15 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. ഇതും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ, അത് നിലത്തും എത്താനുള്ള അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് 4 മീറ്റർ. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെച്ചോ. ഇത് ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ 4 പോട്ടിൽ ഇപ്പം ഇനീഷ്യലി ഉള്ളത് എന്ത് എനർജിയാണ്? ഇറ്റ് ഈസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അതിന് തുടക്കത്തിൽ ഉണ്ടാവുക പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഇറ്റ് ഈസ് എം ജി എച്ച്. മാസ് എത്രയാണ്? 15 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് നമ്മൾ എടുക്കണേ? 4 അല്ലേ. എന്തായാലും 4 മീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത്. So 15 into 4 into 10, 15 into 2, 30, 60, it is 600. എന്താണ് യൂണിറ്റ് എനർജിയുടെ? വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലേ, അല്ലെങ്കിൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ആ കേസിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് ദി വർക്ക് വിച്ച് ഇസ് ജൂൾസ്. ജൂൾസ് ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് 600 ജൂൾസ് എന്ന് കിട്ടി. ഇത് കേസ് 1 എന്ന് കൊടുക്കാവേ. ഇനി ഈ സംഭവം തന്നെയാണ് താഴത്തേക്ക് വീഴുന്നത്. ഇപ്പോൾ നമുക്ക് 4 മീറ്റർ ദൂരമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് താഴത്തേക്ക് വീഴുമ്പോഴത്തേക്ക് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതായത് ഈ കേസിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 600 ജൂൾസ് ആണ്. പക്ഷേ കൈനറ്റിക് എനർജി എന്താ? ഇത് മൂവ് ചെയ്യുന്നല്ലോ, ഇത് മുകളിൽ തന്നെ ഇരിക്കല്ലേ. സോ ഇതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. ഇനി രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഈ മുകളിലിരിക്കുന്ന ചെടി താഴത്തേക്ക് വീഴാണ് അല്ലേ. അപ്പം എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി പയ്യെ എന്ത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഇസ് ഈക്വലന്റ് ടു ½ mv². കറക്റ്റ്. പക്ഷെ നമുക്ക് v² വാല്യൂ അറിഞ്ഞൂടെ, എത്ര വെലോസിറ്റി ആണെന്ന് നമുക്ക് അറിയില്ല അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ടേക്ക് ദ ഇക്വേഷൻ v² ഇസ് ഈക്വൽ ടു u² പ്ലസ് 2as. നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് നമ്മൾ എന്നാ ചെയ്യുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ, വീഴാൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എത്രയായി? 0 പ്ലസ് ഇത് എത്രയായി? 2 ഇൻറ്റു 10 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്?
2 മീറ്റർ ആണ് ട്രാവൽ ചെയ്തേക്കണം അല്ലെ, പകുതി ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത് സാധനം? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് v². അപ്പൊ ഇത് വന്ന് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/2 × 15 × v is 40, so it is 40. അപ്പൊ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? വെലോസിറ്റി എത്ര കിട്ടുന്നത്? 40 ക്യാൻസൽ 20 300 joules എന്ന് കിട്ടി. ദാറ്റ് ഇസ് ക്യാൻസൽ ഓഫ് 240 ക്യാൻസൽ ചെയ്ത് 20, സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 300 joules എന്ന് കിട്ടി അല്ലേ. ഇനി പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ലല്ലോ, സോറി കൈനറ്റിക് എനർജി മാത്രമല്ലല്ലോ ഉള്ളത്, എന്ത് എനർജി ഉണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. സെയിം ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു m × g × h. എന്താ വ്യത്യാസം വരിക? ആകെ ഹൈറ്റിൽ മാത്രമേ വ്യത്യാസം, കാര്യം 2 മീറ്റർ അത് സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ 15 × 10 × h എത്രയാണ്? 2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 300. ഇവിടെയും കിട്ടിയല്ലോ 300 joules അല്ലെ. ഇത് കേസ് 2 ആയിരുന്നു. ദിസ് ഇസ് കേസ് 2. ഇനി നേരെ തിരിച്ച് നമ്മൾ അടുത്ത കേസ് എടുക്കുന്നത്, ഇത് നിലത്ത് പതിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കേസ്. ആ കേസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഓക്കെ, കാര്യം കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ഉണ്ടായിട്ടുണ്ടാവും? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 12 mv². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 12 × 15 × നമുക്ക് വിയുടെ വാല്യൂ അഗെയിൻ അറിയില്ല, പക്ഷെ എന്ത് ഡിഫറൻസ് മാത്രമേ വരുള്ളൂ? ഇവിടെയുള്ള ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. അതായത് ഇവിടെ കാണുന്ന 2 എന്നുള്ളത് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ടേൺ ടു 4, ബിക്കോസ് 4 മീറ്റർ അത് ട്രാവൽ ചെയ്തില്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വെലോസിറ്റി ടു ബി 80 മീറ്റർ പെർ സെക്കൻഡ്. ആ വെലോസിറ്റി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോഴും ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോയി. വി വിൽ ഗെറ്റ് ദി ആൻസർ ടു ബി 600 joules. ഇനി ഇതിൽ എന്താ പ്രത്യേകതയുള്ളത്? പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ കേസിലും ടോട്ടൽ എനർജി എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എത്രയാണ്? 600 joules. രണ്ടാമത്തെ കേസ് നോക്കിയേ, രണ്ടാമത്തെ കേസിലും ഇത് പൊട്ടൻഷ്യൽ എനർജി 300, കൈനറ്റിക് എനർജി 300. 300 + 300 എത്രയായി? 600. ലാസ്റ്റത്തെ കേസിൽ നോക്കി വരുന്ന ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളത് കൈനറ്റിക് എനർജി മാത്രമാണ്. അതും എത്ര തന്നെയാ? 600 joules. സോ ഈ 3 കേസിലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 600 joules തന്നെ. അതായത് അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. അതായത് ടോട്ടൽ എനർജി എത്രയാണോ അത് കൺസേർവ്ഡ് ആണ്. ഓക്കെ, സോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് കൈനറ്റിക് എനർജിയിലേക്ക് കൺവേർട്ട് ആയി, പക്ഷേ ടോട്ടൽ എനർജി എന്താണ്? സെയിം ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, അതൊട്ട് നശിപ്പിക്കാനും പറ്റില്ല. പിന്നെയോ എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു ദി അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, പൊട്ടൻഷ്യൽ എനർജിന്ന് ഇപ്പൊ കൺവേർട്ടായി കൈനറ്റിക് എനർജിയിലേക്ക് ആയതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിനെ കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജി ആക്കുന്ന പോലെ, ഇല്ലെങ്കിൽ ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ, ഇങ്ങനെ ധാരാളം അപ്ലയൻസസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ എല്ലാം എനർജി ഒരു വേർഷനിൽ നിന്ന് വേറൊരു വേർഷനിലേക്ക് കൺവേർട്ട് ആകുന്നു എന്നല്ലാണ്ട് ഒരിടത്തും ഇത് എന്തായി പോകുന്നില്ല? നശിഞ്ഞു പോകുന്നില്ല. ആദ്യത്തെ കേസ് ജനറേറ്ററിന്റെ കേസിൽ ഏത് എനർജി ടു ഏത് എനർജിയാ? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ശരിയാണ്, ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിസിപ്പേഷൻ ഉണ്ട്, അവിടെ ഒരു ഹീറ്റ് എനർജിയുടെ ഡിസിപ്പേഷൻ ഉണ്ട്. പക്ഷേ ടോട്ടൽ എനർജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് കേസ്, ഈ കേസിലെടുത്താലും വിച്ച് ഇസ് കൺവേർഷൻ എന്തുവാ? ഇലക്ട്രിക്കൽ ടു ലൈറ്റ്. ഇവിടെയും ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ട്, ഹീറ്റ് എനർജി ലൈറ്റ് എനർജിയുടെ ഒപ്പം വരുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ കേസ് എടുത്താലും മിക്സി എടുത്താലും അവിടെ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. നാലാമത്തെ കേസ് എടുത്താലും ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. സോ ഇവിടെ എല്ലായിടത്തും എന്ത് നടക്കുന്നുണ്ട്? എനർജി കൺവേർഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓക്കെ, now moving to our last topic, which is power. പവർ എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് പവർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല, നമ്മൾ വീട്ടിലൊക്കെ മോട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും വെള്ളം താഴത്തു നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുക. അതിനകത്തൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക്കലി പറയും 1 HP പവർ അല്ലെങ്കിൽ 2 HP പവർ. ഇങ്ങനെ നമ്മൾ HP പവറിലാണ് നമ്മൾ പവർ പറയുക. എന്താ ഈ പവർ എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് പവർ എന്ന് പറയുക. അപ്പോൾ സോ പവർ കൂടുതലാണെങ്കിൽ അത്രയും ഏബിൾ ആണ് വർക്ക് ചെയ്യാൻ അല്ലേ. സോ ഈ കേസിൽ നോക്കി വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് പവർ. സോ സിംപ്ലി പവർ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, അത് അത്ര അതിനകത്ത് ഓർക്കാനുള്ളൂ. ഇനി നെക്സ്റ്റ് ഹോഴ്സ് പവർ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ HP എന്ന് വെച്ചാൽ എന്താ? ഹോഴ്സ് പവർ. പണ്ടൊക്കെ കുതിരകൾ ഉപയോഗിച്ചിട്ടായിരുന്നു കാട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. സോ അങ്ങനെയാണ് ഹോഴ്സ് പവർ എന്നുള്ളത്
എന്തിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത്. സോ ഇറ്റ് ഈസ് എ ഹോഴ്സ് പവർ ഓഫ് 1 HP ഈസ് എ പവർ ഓഫ് എ ഹോഴ്സ്. ദിസ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 746 വാട്ട്സ്. 746 വാട്ട്സ് ആണ് ഒരു HP പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചേ? പവർ, എനർജി, വർക്ക്, ഇത് മൂന്നും പഠിച്ചു അല്ലേ? സോ വർക്ക് എന്താണെന്നുള്ളതും ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ കാണാം. ബൈ, താങ്ക് യു. Manorama Horizon, learning made simple.